ഇവിടെ ജമാഅത്തെ ഇസ്ലാമിന്റെ കാര്യത്തിൽ ഒന്ന് വാതുറക്കാൻ പറയൂ. ആ ചോദ്യം ചോദിക്കാൻ കെൽപ്പുള്ളവരുണ്ടോ? അദ്ദേഹത്തോടൊന്ന് ചോദിക്കാൻ. അല്ല, ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിന്റെ പ്രസ്താവന നമ്മുടെ മുമ്പിലുണ്ട്. ഞങ്ങൾ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല, ഞങ്ങൾ കൂട്ടും കൂടിയിട്ടില്ല, സർട്ടിഫിക്കറ്റും കൊടുത്തിട്ടില്ല, ഞങ്ങൾ മുന്നണിയിൽ കൊടുത്തിട്ടില്ല. മനസ്സിലാക്കി കൊള്ളാം. ഞങ്ങൾ കൂട്ടുകൂടിയിട്ടില്ല, ഞങ്ങൾ മുന്നണിയിലെടുത്തിട്ടില്ല, ഇവര് നല്ല കുട്ടികളാണ്, പണ്ടത്തെ പോലെയല്ല എന്ന് സർട്ടിഫിക്കറ്റും കൊടുത്തിട്ടില്ല. ആ കൊടുത്തയാൾ നിങ്ങളുടെ മുമ്പിലെത്തിയാൽ നിങ്ങൾ ആരും ചോദ്യം ചോദിക്കുന്നില്ല. ആ കൊടുത്തയാൾ നിൽക്കുകയല്ലേ. ഇപ്പൊ നിങ്ങളെ കണ്ടുപോയതല്ലേ, ആരെങ്കിലും ചോദിച്ചോ? അവിടെ നിങ്ങളുടെ ആളുകൾ ഉണ്ടല്ലോ, ചോദിച്ചോ? ഞാൻ എത്ര നേരമായി നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ എല്ലാ ചോദ്യത്തിനും ഇരിക്കുന്നു. നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കാനുള്ള ധൈര്യം, അദ്ദേഹത്തോട് ചോദിക്കാനുള്ള ധൈര്യം ഉണ്ടോ? ഇറക്കി വിടുന്നു പറയും, പറഞ്ഞിട്ടുണ്ടല്ലോ പലരോടും. അതിന്റെ വേറൊരു ഭാഷയാണ് ഇറക്കി വിടുന്നുള്ളത്. വിളിച്ചു വരുത്തിയിട്ടാണത് പറഞ്ഞത്, വിളിക്കാതെ വന്നിടത്താണ് മറ്റത് പറഞ്ഞത്. ആ വ്യത്യാസമുണ്ട്. അതായത് RSSും BJPയും തമ്മിലുള്ള ബന്ധം എന്താ? അതല്ലേ ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടിയും തമ്മിലുള്ള ബന്ധം? ഒരേ മോഡസ് ഓപ്പറൻഡിയല്ലേ രണ്ടു കൂട്ടരുടെയും, ഒരേ പ്രത്യയശാസ്ത്ര പദ്ധതിയല്ലേ രണ്ടു കൂട്ടരുടെയും, ഒരേ സംഘടനാ സംവിധാനമല്ലേ രണ്ടു കൂട്ടരുടെയും. RSSന്റെ ലക്ഷ്യം ഹിന്ദു രാഷ്ട്രം, ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം ഇസ്ലാമിക രാഷ്ട്രം, ഇസ്ലാമിക് റിപ്പബ്ലിക്. RSS അവകാശപ്പെടുന്നത് ഞങ്ങൾ രാഷ്ട്രീയത്തിൽ ഇടപെടില്ല, അതിനുവേണ്ടി ഉണ്ടാക്കിയതാണ് BJP. ജമാഅത്തെ ഇസ്ലാമി പറയുന്നത് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നില്ല, അതിനുണ്ടാക്കിയതാണ് വെൽഫെയർ പാർട്ടി. അല്ലേ? ഇതൊന്നും മനസ്സിലാവാത്ത ആൾക്കാരാണോ നാട്ടുകാർ? നിങ്ങൾ ഇതൊന്നും മനസ്സിലാവാത്ത ആൾക്കാരാണോ? അത്രയും നിഷ്കളങ്കരായി പോയോ നിങ്ങളൊക്കെ?